ഹലോ ഗായ്സ്, എൻ്റെ പേര് കാർത്തിക്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 22ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിലൊരു ഗോൾഡ് ഫാമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിലൊരു ഐറ്റം സോർട്ടർ ഉണ്ടാക്കാൻ പോകണം ഗായ്സ്. ഈ ഗോൾഡ് ഫാമിൽ ആകെ സോഡൊക്കെ ഇല്ലേ, ആവശ്യമില്ലാത്ത സാധനമാണ്. ചില നേരത്ത് വലിയ മോബ്സൊക്കെ വരുന്നുണ്ട്, ക്രീപ്പർ സോംബിയൊക്കെ ഇതിനടുത്ത് ചാടുന്നുണ്ട്. അപ്പോൾ അവിടെ കിട്ടുന്ന സാധനങ്ങൾ കാരണം ചെറ്റൊക്കെ ആകുന്ന അറിഞ്ഞേക്കണം. അപ്പോൾ ഒരു ഐറ്റം സോർട്ടർ ഉണ്ടാക്കുന്നത് നല്ല കാര്യമാവും. അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല. അത് റെഡ് സ്റ്റോണിൻ്റെ പരിപാടി കുറച്ച് അധികം ഉണ്ട്. കളിച്ചാൽ കുഴിച്ചിട്ടൊക്കെ പരിപാടി ഉണ്ട്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വർക്കാണ് കാണിച്ചാൽ. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് കാർത്തിക്. ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കൂട്ടുകാരെ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, ഞാനീ പെട്ട് ഇരുന്നിട്ട് ഇത് മൊത്തം അവിടെ നിന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പെട്ടുണ്ടായിരുന്നു, അത് എങ്ങനെ ആക്കി വെച്ചു, ഇങ്ങനെ ഉണ്ടായിരുന്നോട്ട് എങ്ങനെ ആക്കി വെച്ചത് ഞാൻ മൊത്തം എടുത്ത് കളഞ്ഞു. ഒരു പെട്ടി വെച്ചിട്ടില്ല, അതേ വെച്ചോണ്ട് ഞാൻ ഐറ്റം സോർട്ടർ ഉണ്ടാക്കണത് കാണിക്കില്ല. എനിക്കൊരു റെഡ് സ്റ്റോണിൻ്റെ പരിപാടി ഉണ്ട്. അത് ഞാൻ അവസാനം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വർക്കാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരടിക്കുള്ളൂ കാണിച്ചു തരാം. എന്തായാലും അവിടെ അപ്പോൾ ഐറ്റം സോർട്ടറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മുടെ സോർട്ടർ ഇവിടെ ഉണ്ട്. ഞാനിവിടെ ലാഡർ വെച്ചത് ഈ സോർട്ടറിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഐറ്റം ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഐറ്റം വയ്ക്കണം. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് എടുത്തിട്ട് നേരെ മേലേക്ക്. ഇതാണ് നമ്മുടെ റെഡ് സ്റ്റോൺ പരിപാടി. ആദ്യം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹോപ്പർ നേരെ ഇങ്ങോട്ട് ഓടിക്കണം. നേരെ ഇതുവരെ ഓടിക്കണം. ഇത് താത്തണം. ഞാൻ വെച്ചതായിരുന്നു, തെറ്റിപ്പോയി. എന്നെടുത്ത് റെഡ് സ്റ്റോണിൻ്റെ പരിപാടി ചെയ്താണ്. ഇതിൻ്റെ നേരെ നോക്കിയിട്ട് വേണം ഇവിടെ വയ്ക്കാൻ. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഇത് പൊട്ടിച്ച് ഈ ബ്ലോക്കും പൊട്ടിച്ച് റെഡ് സ്റ്റോണ്ട് ഇത് എന്നിട്ട് ഉടയ്ക്കുക. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓണാക്കുമ്പോൾ തന്നെ ഇത് ഡിസ്പെൻസ് ആകും. ഡിസ്പെൻസ് ആകുമ്പോൾ ഇത് പവർ ചെയ്യുമ്പോൾ ഇത് റെഡ് സ്റ്റോൺ പവർ ആകുമ്പോൾ ഡ്രോപ്പർ വർക്കാൻ കഴിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനമില്ല, അതൊക്കെ ഈ ഡ്രോപ്പറിൽ നിൽക്കും. ഫാം ഓണാക്കുമ്പോൾ തന്നെ എല്ലാവയ്ക്കും ഓണാതായിട്ട് തെറ്റാൻ കഴിയും. ഒന്നും കൂടി 2 ബ്ലോക്കും കൂടി നീക്കേണ്ടി വരും. ഞാൻ നീക്കിക്കൊണ്ട് ആദ്യം നിങ്ങളോട് അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഇവിടെ റിപ്പീറ്റർ കമ്പാരറ്റർ ഇങ്ങനെ 3 വെച്ചിട്ട് അതിനോട് നോക്കിയിട്ട് ഇങ്ങനെ ഹോപ്പർ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ രണ്ട് ബ്ലോക്ക് ജസ്റ്റ് എന്ന് വെച്ചെങ്കിൽ 2 ബ്ലോക്ക് ഇങ്ങനെ ഹോപ്പർ വയ്ക്കണം. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഗ്ലാസ്, പിന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ മൊത്തം റിപ്പീറ്റർ വെച്ചിട്ട് ഇത് മൊത്തം ഫുള്ളും റെഡ് സ്റ്റോൺ ടോർച്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ബ്ലോക്ക് വെച്ച് ആദ്യം ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് റെഡ് സ്റ്റോൺ ടോർച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മേലൊക്കെ റെഡ് സ്റ്റോണൊക്കെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഹോപ്പർ എടുത്ത് ഈ ഹോപ്പറിൽ ആദ്യം ഒന്നെങ്കിൽ 11, പക്ഷെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വലിയ ബ്ലോക്കുകൾ ഉണ്ടാവില്ലേ, അത് ഇങ്ങനെ ഈ 4 സ്ലോട്ടിൽ 11 ഇങ്ങനെ വയ്ക്കുക. ഞാൻ കാണിച്ചു തരാം. നമ്മൾ 11 എടുക്കുക, 1 ഇവിടെ വയ്ക്കുക, പിന്നെ ഒരു 11 ഇവിടെ വയ്ക്കുക, പിന്നെ ഒരു 11 ഇവിടെ, പിന്നെ ഒരു 11 ഇവിടെ. 11 വയ്ക്കണം, 12 വയ്ക്കണം, 11 വയ്ക്കണം. എന്നിട്ട് നമ്മൾ എന്താണോ അതിൽ വെക്കുന്നത്, ഇങ്ങനെ 11 നോക്കുമ്പോൾ എന്താണോ നമ്മൾ വെക്കണത് അതിൻ്റെ ഒരെണ്ണം മതി.
ഇപ്പോൾ ഗോൾഡ് ഇങ്ങോട്ടല്ല വയ്ക്കുന്നത് പറഞ്ഞാൽ മതി. ഇനി ഗോൾഡ് ഇങ്ങോട്ട് വരുന്നൊക്കെ വെട്ടിയിൽ നിന്നോടും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഗോൾഡ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ കാണിച്ചു തരാം. ഫാം ഓണാക്കുമ്പോൾ തന്നെ ഗോൾഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വയ്ക്കുക. ഇനി അടുത്തത് ഇവിടെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരെണ്ണം വയ്ക്കുക. ആവശ്യമായതൊക്കെ ഒരെണ്ണം മാത്രം വയ്ക്കുക, ഒരെണ്ണം മാത്രം. എന്നിട്ട് എന്താണ് നമ്മൾ വയ്ക്കുന്നത്, അതിന് 41 എടുക്കണം. ഇപ്പോൾ ഇത് 43 ഉണ്ട്. വയ്ക്കുമ്പോൾ തന്നെ 41 41ആയി. അപ്പോൾ അത് പവറായി. ഇനി അടുത്ത വെട്ടി വയ്ക്കുക റോട്ടം ബ്രഷാണ്. റോട്ടം ബ്രഷിനായിട്ട് 11ആയിട്ട് വയ്ക്കുന്നില്ല. റോട്ടം ബ്രഷ് സ്റ്റാക്കില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ വയ്ക്കാം. ഇത് ഈ സ്റ്റാക്ക് അങ്ങനെ തന്നെ വയ്ക്കുമ്പോൾ തന്നെ അത് നേരെ വെട്ടി വെക്കും. വയ്ക്കുമ്പോൾ അത് 41 അതിൽ നിൽക്കും. ഉണ്ടോ? 48 46ആയി. ഇത് 41 അത് നിന്നുണ്ട്. ഇതെല്ലാതും നമ്മൾ വെട്ടി വെക്കുന്നുണ്ടാവും. ഗോള് ചേർത്തുണ്ട്, ഗോളിൽ ഒന്നും ഉണ്ടാവില്ല. അല്ലല്ലേ നഗട്ട്, റോട്ടം ഫ്ലഷ്, ഈ ബ്ലോക്ക് അങ്ങ് പൊട്ടിക്കാം. പിന്നെ ഇതിൻ്റെ ഇത് കുറച്ചുകൊണ്ട് നീക്കണം ഗൈസ്. ആ ലാവ പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ലാവ വെച്ച് സെറ്റ് ചെയ്തു. അതാണ് ലാവ. ഓണാക്കുമ്പോൾ തന്നെ എല്ലാവരും ചേർത്ത് കറക്റ്റ് അവിടെ സോർട്ടായിരിക്കും ഗൈസ്. ഫാം ഓണായിട്ട് കൊണ്ട് ഐസോട് ഇങ്ങനെ വന്നായി. റോട്ടം ഫ്ലഷില്ല അപ്പം നേരത്തെ പോയത്. ചിക്കനെ കൊണ്ടുപോയത് ഒരു കോഴിയായിട്ട് വീണു. കറക്റ്റായിട്ട് സോർട്ടാവുണ്ടാകും ഗൈസ്. എൻ്റെ 27 റോട്ടം ഫ്ലഷായി. പിന്നെ 8 നഗട്ടായി. ഗോൾഡ് വന്നു 14 ഗോൾഡ്. ഞാൻ ചത്തു തോന്നി. ആ ഫാം ഓൺ ആക്കിയിട്ട് AFK നിൽക്കണം ഗൈസ്. രാത്രി അല്ല, തണ്ടർസ്റ്റോം ആണോ? തണ്ടർസ്റ്റോം ഞാൻ പുറത്താണ് ഇപ്പോൾ. അല്ല, തണ്ടർസ്റ്റോം അല്ല. അതെ, ഈ ഫാം ഒന്ന് ഓണാകട്ടെ. ഇനി അതായിക്കോട്ടെ. നല്ല പിക്ലിൻസ് ചിലപ്പോൾ വരും, ചിലപ്പോൾ ബാക്കിലേക്ക് എന്താണോ നമ്മളെ ഇവിടേക്ക് വരുന്നുണ്ട്. അത് ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞാൽ വെള്ളം വരുന്നില്ല. അപ്പോഴാണ് വേഗം ടാബ് ഡോർ അടച്ച് ഇനി പോവാം. എത്തിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ ചാവുന്നുണ്ട്. ഇനി നോക്കട്ടെ, ആർക്കിങ്ങാണോ നോക്കാം. ഇവിടെ മതി. ആ ഫോണ് ഗൈസ്, ഫോണ് സോഡ് ഇങ്ങനെ കാണാനൊക്കെ തന്നെ നല്ല സുഖമുണ്ട്. അത് വീഴാണെങ്കിൽ സ്ലോ മോഷനിൽ ഇവിടേക്ക് എത്തുമ്പോഴാണ് നല്ല സ്പീഡ് വരുന്നത്. നല്ല വൃത്തിക്ക് ഷോട്ടാവുണ്ട്. ഇതിന്ന് അകർന്നെടുക്കുക, പിന്നെ ഇതിന്ന് അകർന്നെടുക്കുക. പിന്നെ നമ്മുടെ ഗോൾഡിന്ന് ഒരെണ്ണെടുത്തിട്ട് ഇവിടെ ഒരു ഗോൾഡ് വയ്ക്കുക. അതിങ്ങനെ തിരിച്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടെ റോട്ടം ഫ്ലഷ് വയ്ക്കുക. എന്നിട്ട് ഇവിടെ നഗട്ട് വയ്ക്കുക ഗൈസ്. അങ്ങനെയല്ല, ഇങ്ങനെ നേരെ വയ്ക്കുക. ഇപ്പോൾ സോർട്ടായതുപോലെ ശരിക്കും അടക്കി തല തിരിച്ചിട്ട് ഇവിടെ റോട്ടം ഫ്ലഷും ഗോൾഡ് നഗറ്റ് ഇവിടെ. ഓക്കെ, ഇതെല്ലാതും അങ്ങനെ വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ ഗൈസ്, എന്ത് ഭംഗിയിലായിരുന്നു. വീണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതെല്ലാതും വരുന്നുണ്ട്. ഒത്തിരി സോർട്ടായിരുന്നു. ലെവലൊക്കെ കിട്ടും. അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മരമാടിയിട്ട് കണ്ടോ. ചിലപ്പോൾ മരനാട്ട് കിട്ടി. വെള്ളം കയറ്റടെ. ഞാനൊരു വെള്ളം കയറ്റ തന്നെയുള്ളൂ. നമ്മുടെ ഇന്നത്തെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
നമുക്ക് അടുത്ത ലെസ് പ്ലേ എപ്പിസോഡായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.